ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 46/2026 PSC അറ്റൻഡർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ? എല്ലാവർക്കും അറിയാം ആരാണ്, ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 6, 1946 ഡിസംബർ 9, 1947 ഡിസംബർ 6, 1949 ഡിസംബർ 9 എന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. എന്താണ്? 1946 ഡിസംബർ 9 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? അതായത് ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി ലോക്സഭ, ഓപ്ഷൻ സി രാജ്യസഭ, ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ആർക്കാണ് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ അധികാരമുള്ളത്? ഓപ്ഷൻ എ പാർലമെന്റിനാണ്. ഓക്കെ, പാർലമെന്റിനാണ്. അടുത്ത ചോദ്യം, നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 7, 6, 5, 8. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി 6. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അയർലൻഡ്, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, കാനഡ. ഏത് രാജ്യത്ത് നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? എ അയ്യങ്കാളി, ബി വൈകുണ്ഠസ്വാമി, സി സഹോദരൻ അയ്യപ്പൻ, ഡി തൈക്കാട് അയ്യ. ആരാണ് മിശ്രഭോജനം നടത്തിയത്? മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? അത് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? AK ഗോപാലൻ, K മാധവൻ നായർ, K കേളപ്പൻ, NV കൃഷ്ണവാര്യർ. ആരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും K കേളപ്പൻ, ഓപ്ഷൻ സി K കേളപ്പനാണ് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? 1741, 1841, 1742, 1842 എന്നാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്നത് ഓപ്ഷൻ എ 1741 കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? കുളച്ചൽ യുദ്ധം, വെല്ലൂർ കലാപം, ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം. ഏതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ്.
ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകൻ ആരാണെന്നാണ് കേട്ടോ. കെ രാമകൃഷ്ണപിള്ള, വക്കം മൗലവി, വക്കം അബ്ദുൽ റഹ്മാൻ, സി കേശവൻ. ആരാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്? വക്കം മൗലവിയാണ്. ഓപ്ഷൻ ബി വക്കം മൗലവിയാണ്. അടുത്ത ചോദ്യം, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ബാലഗംഗാധര തിലകൻ, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, സർദാർ വല്ലഭായ് പട്ടേൽ. ആരുടെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്യ വയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? നല്ല ഫ്രഷ് ഒരു ചോദ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്യ വയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ആനി ബസന്റ്, ഓപ്ഷൻ സി അരുണ ആസിഫ് അലി, ഓപ്ഷൻ ഡി അക്കാമ ചെറിയൻ. ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്യ വയോധിക എന്നറിയപ്പെടുന്നത്? അരുണ ആസിഫ് അലി. ഓപ്ഷൻ സി അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാന്നാണ്. ചമ്പാരൻ സത്യാഗ്രഹം ഇവിടെയുണ്ട്, നിസ്സഹകരണ സമരമുണ്ട്, ഉപ്പ് സത്യാഗ്രഹമുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്. നമുക്ക് ചേരുംപടി ചേർക്കാം. ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917 അതായത് 1D. ഓക്കെ, അടുത്തത് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം നടന്ന വർഷം എന്നാണ്? നിസ്സഹകരണ സമരം 1920 അതായത് 2C. അടുത്തത് ഉപ്പ് സത്യാഗ്രഹം നടന്ന എന്നാണ്? ഉപ്പ് സത്യാഗ്രഹം 1930 അതായത് 3A. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരം 1942 അതായത് 4B. നോക്കിയേ, DCAB. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഏതു സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? കഥക് എന്ന് പറയുന്നത് ഏതു സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആസാം, അതുപോലെ മണിപ്പൂർ. ഏത് സംസ്ഥാനത്തിന്റെ ആണ്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ഇവിടെ വെച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു കലാരൂപമുണ്ട്. എപ്പോഴും ചോദിക്കും, ബിഹു എന്ന് പറയുന്ന കലാരൂപം ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് ചോദിക്കും. അത് ആസാമിന്റെ ആണ് ബിഹു എന്ന് പറയുന്ന കലാരൂപം. ഓക്കെ, അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷം? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് വർഷമാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 1905 എന്നറിയാം. പക്ഷെ ഓപ്ഷൻ നോക്കിക്കേ, ഓഗസ്റ്റ് 8 ഉണ്ട്, ഓഗസ്റ്റ് 7 ഉണ്ട്, ഒക്ടോബർ 8 ഉണ്ട്, അതുപോലെ ഒക്ടോബർ 7 ഉണ്ട്. അപ്പം എന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1905 ഓഗസ്റ്റ് 7 കേട്ടോ. ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. അടുത്തത് ആദ്യ ബ്രിക്സ് യുവജന ഉത്സവത്തിന്റെ വേദി. അതായത് ബ്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അതുപോലെ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു അസോസിയേഷനാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവര് ആദ്യമായിട്ട് ഒരു യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ വർഷം നടത്തിയായിരുന്നു. അപ്പോൾ ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ്. ഓക്കെ, ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ്. ഈ യുവജനോത്സവത്തിന്റെ വേദി ആദ്യമായിട്ടാണ് നടത്തുന്നത്. അത് റഷ്യയിലാണ് കേട്ടോ. ഓപ്ഷൻ സി റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ, കെമ്പഗൌഡ വിമാനത്താവളം, കൊച്ചി വിമാനത്താവളം, ലക്നൗ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ, ശ്രദ്ധിക്കണം, ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് എന്നാണ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ നവി മുംബൈ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഒരു CA ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ്
വിമാനത്താവളം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എവിടെയും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇതാരെക്കുറിച്ച് പറഞ്ഞതാണ്? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻസ് പറയണ്ടല്ലോ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്. മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്യങ്ങളാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും. ഇന്ത്യയും പാകിസ്ഥാനും 1966 ജനുവരി 10 ഒപ്പുവെച്ചൊരു കരാറാണ് താഷ്കന്റ് കരാർ എന്ന് പറയുന്നത്. ഈ താഷ്കന്റ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ നിലവിൽ ഉസ്ബെക്കിസ്ഥാനിലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത്, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? അതായത് ആരൊക്കെ ചേർന്നിട്ടാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടത്താൻ വേണ്ടി ശ്രമിച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള VP മേനോൻ. ആരൊക്കെയാണ്? 1ഉം അതുപോലെ 4ഉം. 1ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? സി. ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത്, ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. ഏതാണ്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? എന്തുകൊണ്ടാണ് ഇവിടെ ചെയർമാനെ ചോദിക്കാത്തത്? ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് TT കൃഷ്ണമാചാരി, ഓപ്ഷൻ ബി ഗുൽസരിലാൽ നന്ദ, ഓപ്ഷൻ സി CD ദേശ്മുഖ്, ഓപ്ഷൻ ഡി വിനായക് ചൗധരി. ആരാണ്? ഓപ്ഷൻ ബി ഗുൽസരിലാൽ നന്ദയാണ് കേട്ടോ. ഗുൽസരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ. ആദ്യത്തെ 1950 മാർച്ച് 15 രൂപീകരിച്ചപ്പോൾ. ഇപ്പോൾ ആ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം മാറിയിട്ടാണ് നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇതെന്താണ്? ഇതും കറണ്ട് അഫെയർ ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻസ് ഡോക്ടർ സുഖ്ബീർ സന്ധു, ഡോക്ടർ വിവേക് ജോഷി, ഓപ്ഷൻ സി ജ്ഞാനേഷ് കുമാർ, അരുൺ ഗോയൽ. ആരാണ്? നിങ്ങൾ എല്ലാവരും ന്യൂസിലൂടെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. ഓപ്ഷൻ സി ജ്ഞാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്ത ചോദ്യം, മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇതും കറണ്ട് അഫെയർ ആണ് കേട്ടോ. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ ബി ഷാജി N കരുൺ, ഓപ്ഷൻ സി ഹരിഹരൻ, ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ. ആരാണ്? ഓപ്ഷൻ ബി ഷാജി N കരുണിനാണ് 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം 2024 ആർക്കാണ് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതെന്ന്
നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. 2024 കൊടുത്തിട്ടുണ്ട്, ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായത് കണ്ടെത്തുക. 1. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ശരിയാണോ? അതായത് ജൂൺ മാസത്തിലാണ് ഖാരിഫ് തുടങ്ങുന്നത്. നമ്മുടെ ഇവിടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരുന്നത് എപ്പോഴാണ്? അതും ജൂൺ മാസത്തിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. അതായത് വേനൽക്കാലത്താണ്, ചെറിയ കാർഷിക കാലമേ ഉള്ളൂ. സെയ്ദിന്റെ കാലഘട്ടം നിങ്ങൾക്കറിയാം, ഏകദേശം മെയ് ജൂൺ ആ ഒരു സമയത്താണ് വരുന്നത്. ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു സമയത്താണ് വരുന്നത്. വേനൽക്കാലമാണ്. അപ്പോൾ ആ പറഞ്ഞേക്കുന്ന പോയിന്റും ശരിയാണല്ലോ. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ഇതും എന്താണ്? ശരിയാണ്. അടുത്തത്, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷി കാലമാണ് റാബി. അതായത് റാബി എന്ന് പറയുന്ന വിളകൾ ഏതൊക്കെയാണ്? ഖാരിഫ് ഏതൊക്കെയാണ്? സെയ്ദ് ഏതൊക്കെയാണ്? ഇത് പഠിച്ചു വെക്കണം. ഇതിൽ റാബി വരുന്നത് ഈ പറയുന്ന ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് ഇതെല്ലാം വരുന്നത് റാബിയിലാണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരിയാണ്. അടുത്തത്, ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. പുതിയ SCRT കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് ശരി? 1, 2, 3, 4. അതായത് എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇവയെല്ലാം ശരിയാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ, മാലിദ്വീപ്, ചൈന. ഇതാണ് ഒരു ഓപ്ഷൻ. മ്യാൻമർ പങ്കിടുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ പങ്കിടുന്നുണ്ട്, മാലിദ്വീപ് കടൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ഓക്കെ, കടൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ചൈന കര അതിർത്തി പങ്കിടുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ പങ്കിടുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ പങ്കിടുന്നുണ്ടല്ലോ, ചൈന പങ്കിടുന്നുണ്ടല്ലോ, ഉണ്ട്. ശ്രീലങ്കയോ? ശ്രീലങ്കയും കടൽ അതിർത്തിയാണ് പങ്കിടുന്നത്. അടുത്തത് പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ ഈ 4 രാജ്യങ്ങളും പങ്കിടുന്നുണ്ട്. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ചൈനയും ബംഗ്ലാദേശും നേപ്പാളും പാകിസ്ഥാനും ഈ 4 രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷേ PSC പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഈ മാലിദ്വീപും ശ്രീലങ്കയും കടൽ അതിർത്തി ആയതുകൊണ്ട് ഇത് രണ്ടും തെറ്റാണെന്നും ലാസ്റ്റ് 3ഉം 4ഉം ആണ് ശരി എന്നുള്ളതായിരിക്കും കൊടുക്കാൻ ചാൻസ്. പക്ഷേ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇവയെല്ലാം, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ്. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ കര അതിർത്തിയാണോ കടൽ അതിർത്തിയാണോ എന്ന് പറയുന്നില്ല, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തരമഹാസമതല പ്രദേശത്താണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഉത്തരമഹാസമതല പ്രദേശത്ത് എക്കൽ അടിഞ്ഞിട്ടാണ് ഉത്തരമഹാസമതലം രൂപീകരിച്ചത്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് ശരിയാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ശരിയല്ലേ? ശരിയാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. അതുപോലെ പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടു കിടക്കുന്നു. ശരിയാണോ തെറ്റാണോ? പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. തമിഴ്നാടിന്റെ ഭാഗത്ത് വരുന്നത് എന്താണ്? അതായത് തമിഴ്നാടിന്റെ തീരപ്രദേശത്തോട് ചേർന്ന് വരുന്ന മലനിരകൾ ഏതാണ്? അത് പൂർവ്വഘട്ടമാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിക്കണം, ചോദ്യം ശ്രദ്ധിക്കണം. നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്താന്നാണ്. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന നോക്കിക്കേ.
ഇവയെല്ലാം ഒന്നും രണ്ടും ഒന്നും മൂന്നും നാലും ശരി, മൂന്നും നാലും ശരി, ഒന്നും രണ്ടും ശരി. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് തെറ്റ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് തെറ്റ്? ഓക്കെ, ഇപ്പം ഇവിടെ കൊടുത്തേക്കുന്നത് ഒന്നും രണ്ടും ശരി എന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്. പക്ഷേ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? തെറ്റായവ കണ്ടെത്താന്നല്ലേ. അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് തെറ്റ്? മൂന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന മൂന്നും നാലും ശരി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഓപ്ഷൻ അല്ലേ തെറ്റ്? അതെ. അപ്പം മൂന്നും നാലും ശരി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഓപ്ഷനാണ് തെറ്റ്. അപ്പം ആൻസർ കീ വരുന്ന സമയത്ത് ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏതാണ്? പശ്ചിമഘട്ടം, പൂർവഘട്ടം, ആരവല്ലി, അതുപോലെ സത്പുര. ഇതിനകത്ത് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ആരവല്ലി പർവ്വത നിരകളാണ്. ആരവല്ലി പർവ്വത നിരകളാണ്. ഇനി അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളെ കുറിച്ചിട്ട് അവരുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ശരിയാണോ തെറ്റാണോ? ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നദികളാൽ ജലസമൃദ്ധം. ഇഷ്ടംപോലെ നദികളുണ്ടല്ലോ, ഗംഗ, ബ്രഹ്മപുത്ര, യമുന എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ നദികളുണ്ട്. അപ്പം അതും ശരിയാണ്. നിരപ്പാർന്ന ഭൂപ്രദേശം. ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നിരപ്പാർന്ന ഭൂപ്രദേശം എന്നാണ്. അതും എന്ത് തന്നെയാണ്? ശരിയാണ്. അടുത്തത് ജനനിബിഡം, അതായത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ആണല്ലോ, ഉത്തർപ്രദേശ്, ബീഹാറൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം അതും എന്താണ്? ശരിയാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉൾപ്പെടാത്തത്. ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1ഉം 4ഉം ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആണോ? 1ഉം 4ഉം ഉൾപ്പെടുന്നില്ല. അത് തെറ്റല്ലേ? 1ഉം 4ഉം ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇവയൊന്നുമല്ല. ഇവയൊന്നുമല്ല, അതവിടെ നിൽക്കട്ടെ. 3ഉം 4ഉം ഉൾപ്പെടുന്നില്ല. 3ഉം 4ഉം ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? അതും തെറ്റാണ്. 3ഉം 4ഉം ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. 3ഉം 4ഉം ഉൾപ്പെടുന്നില്ല. ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ്. അടുത്തത്, ഇവയെല്ലാം. ഇവയെല്ലാം എന്താണ്? ഉൾപ്പെടുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അത് മാറും കേട്ടോ. ഇവയെല്ലാം ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ഇവയെല്ലാം ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? തെറ്റാണ്. ഇനി ഇവയൊന്നുമല്ല. ഇവയൊന്നുമല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റോ? ഇവയൊന്നുമല്ല, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഒന്നുമല്ല, ആ ഒരു ഇതല്ലേ തെറ്റ്? അതായത് ഓപ്ഷൻ ബിയിൽ പറഞ്ഞേക്കുന്നത് ഇവയൊന്നും അല്ല എന്ന് പറയുന്നതല്ലേ തെറ്റ്? കാരണം ഇവയെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് PSC ആൻസർ ആയിട്ട് കൊടുക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഈ ക്വസ്റ്റ്യന് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അവർ. അതായത് ഉൾപ്പെടുന്നത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ, പിന്നെ അതിൻ്റെ താഴെ ABCD, അങ്ങനെ കുറേ ഓപ്ഷൻസ്. അപ്പോൾ നമുക്കത് കാണുമ്പം എന്ത് പറ്റും? ഒരു കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ PSC ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ഈ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ട് ആൻസർ കൊടുക്കാനാണ് ചാൻസ്. ഓക്കെ, എന്തായാലും ഈ 4 കാര്യങ്ങളും ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയാൽ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്ന സമയത്ത് 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? അതായത് കഴിഞ്ഞ വർഷം നടന്ന ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇത് കറണ്ട് അഫെയർ ആണ്. സ്മൃതി മന്ദാന, ഹർമത് പ്രീത് കൗൾ, ഷെഫാലി വർമ്മ, പ്രതിക റവാൻ. ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഹർമൻ പ്രീത് കൗൾ ആണ്. ഹർമൻ പ്രീത് കൗൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ബി കമലഹാസൻ, ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി മോഹൻലാൽ. ആർക്കാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം? നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അത് നമ്മുടെ ലാലേട്ടനാണ്, മോഹൻലാൽ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ എൻ്റെ കേരളം എത്ര സുന്ദരം, എൻ്റെ കേരളം എന്നും സുന്ദരം, ഹരിത കേരളം, ഇനി ഞാൻ ഒഴുകട്ടെ. ഇതിൻ്റെ അകത്ത് ഏതാണ്? രണ്ട് ഓപ്ഷൻസ് ഒരുപോലെ വന്നിട്ടുണ്ട്. എൻ്റെ കേരളം എത്ര സുന്ദരം, എൻ്റെ കേരളം എന്നും സുന്ദരം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS. ഓക്കെ, ISS സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശുഭാംശു ശുക്ല, ഓപ്ഷൻ ബി പ്രശാന്ത് ബി നായർ, ഓപ്ഷൻ സി അജിത് കൃഷ്ണൻ, ഓപ്ഷൻ ഡി അങ്കാട് പ്രതാപ്. ആരാണ് ISROയുടെ ബഹിരാകാശ യാത്രികൻ? ആരാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിക്കുന്നത്? ഓപ്ഷൻ എ ശുഭാംശു ശുക്ലയാണ്. ഇതും ഒരു കറണ്ട് അഫെയർ ആയിട്ട് വന്ന ചോദ്യമാണ്. അടുത്തത്, പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ടം കേരളത്തിന്റെ ഏത് ദിക്കിലാണെന്നാണ്. ഇപ്പം നമ്മൾ ഇന്ത്യ ഇങ്ങനെ എടുക്കുന്നു, കേരളം ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യയുടെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? ഇതാണ്ടേ, ഞാൻ വേറൊരു കളറും കൂടെ എടുക്കാം. മലനിരകളായതുകൊണ്ട് ഒരു നീല കളർ ഇങ്ങനെ വരയ്ക്കുവാണേ. ഇതാണ്ട്. ഓക്കെ, മാറിയില്ല. ഓക്കെ, ഞാൻ വേറൊരു കളർ എടുക്കുന്നു. ഓക്കെ, ദാ ഇങ്ങനെയാണ് പശ്ചിമഘട്ടം പോകുന്നത്. അപ്പം ഇന്ത്യയുടെ കാര്യം പറയുമ്പം എവിടെയാണ്? ഇന്ത്യയുടെ കാര്യം പറയുന്ന സമയത്ത് പടിഞ്ഞാറ്. ഇന്ത്യയുടെ കാര്യം പറയുന്ന സമയത്ത് പടിഞ്ഞാറ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോഴോ? കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തല്ല, കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് അല്ലേ? സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തല്ലേ? കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ട മലനിരകൾ വരുന്നത്. അപ്പം ഓപ്ഷൻ എ കിഴക്ക് എന്നുള്ളതാണ് കേട്ടോ, കിഴക്ക്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ. ഓക്കെ, ഇനി അടുത്തത് നദികളും അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നെയ്യാറുണ്ട്, പെരിയാറുണ്ട്, ഭാരതപ്പുഴയുണ്ട്, പമ്പയുണ്ട്. ഇതിൽ നെയ്യാർ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അടുത്തത്, പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല. അതും ശരിയാണ്. അടുത്തത്, പമ്പ ഉത്ഭവിക്കുന്നത് നീലഗിരി. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. പമ്പ ഉത്ഭവിക്കുന്നത് നീലഗിരി എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പം ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പമ്പ നീലഗിരി എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ചോദിക്കുകയാണ്, കമന്റ് സെക്ഷനിൽ പമ്പ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. പമ്പ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് കമന്റ് ചെയ്യണം. അപ്പം ഇവിടെ പമ്പയുടെ കാര്യമാണ് തെറ്റായിട്ടുള്ളത്. അപ്പം ആൻസർ എന്താണ് വരുന്നത്? ഈ 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, 4 മാത്രമാണ് തെറ്റായിട്ട് ഉള്ളത്. ഇനി അടുത്തത്, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ശരിയല്ലേ? കാരണം കേരളം എന്ന് പറയുന്നത് 44 നദികളാൽ സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ്. സോ ഇഷ്ടംപോലെ ഡാമുകളും വൈദ്യുത നിലയങ്ങളൊക്കെ ഉണ്ട്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്.
ശരിയാണല്ലോ. തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. തെറ്റാണ്. തെന്മലയല്ല കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, അത് ഇടുക്കിയിലാണ്. ഓക്കെ, തെന്മല അപ്പോൾ എന്താണ് തെന്മല? തെന്മല അല്ലെങ്കിൽ കല്ലടയാർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ജലസേചന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചനം, അതായത് ജലം കൊണ്ടെത്തിക്കുന്ന പദ്ധതിയാണ് തെന്മലയിലെ അല്ലെങ്കിൽ കല്ലട ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഭാരതപ്പുഴ ആക്ച്വലി പരന്നൊഴുകുന്ന ഒരു നദിയാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലാണ്. ഓക്കെ, അപ്പം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. അല്ലേ, ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ്. അപ്പം 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആലപ്പുഴ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് സുഭോജനം. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭോജനം എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. ശുചിത്വമുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? അപ്പോൾ 1A. ഇനി അടുത്തത് ആശ്വാസ്, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക, വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. അപ്പൊ രണ്ടാമത്തത് എന്തായിട്ടായിരിക്കും വരുന്നത്? രണ്ടാമത്തത് ആശ്വാസം കൊടുക്കുന്നത് ഈ താഴെ പറഞ്ഞതിൽ ഏത് കാര്യത്തിലാണ്? ആശ്വാസം കൊടുക്കുന്നത് വൃക്ക രോഗികൾക്കാണ്. ഓക്കെ, അപ്പം 2D. മൂന്നാമത്തതോ, ഇനി ഞാൻ ഒഴുകട്ടെ. എന്തായിരിക്കും ഞാൻ ഈ പറഞ്ഞതിൽ? നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. വളരെ എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? എന്താണ്? 3C ആണ്. 4 പച്ചത്തുരുത്ത്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. അപ്പം പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് എന്താണ്? 4C ആണ്. 3B ആയിരുന്നു, 4C ആണ്. അങ്ങനെ വരുന്ന ഏതുണ്ട്? 1A, 2D, 3B, 4C. ഓപ്ഷൻ C ആണ് എന്ത് വരുന്നത്? നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ 39ാമത്തെ ചോദ്യത്തിലോട്ട് വരുവാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടിക്കാണും. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. അപ്പൊ അതിൽ കൂടുതൽ സംശയമൊന്നും വേണ്ട. അതിന്റെ താഴോട്ട് പറയുന്ന കാര്യങ്ങളോട് നോക്കിക്കോ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, അതും എന്ത് തന്നെയാണ്? പെരിയാറാണ്. അതുപോലെ പീരിമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. പീരിമേട് താലൂക്ക് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 3 മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. മംഗളദേവി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഇത് ഈ പറയുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്തത്, കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മത്സ്യം ഏതാണ്? നമ്മുടെ വീട്ടിൽ രാവിലെ കൊണ്ട് വിൽക്കുന്ന കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ കാണുന്നതാണ്. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഓപ്ഷൻ എ ഏതാണ്? മത്തിയാണ്. മത്തി. അടുത്തത്, കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കേരളത്തിലെ 12 ജില്ലകളിലും റെയിൽവേ ലൈൻ ഉണ്ട്. ഇല്ലാത്തത് എവിടേക്കാണ്? 1 വയനാട്, 2 പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലുണ്ടേ. ക്ഷമിക്കണേ, പത്തനംതിട്ട ജില്ലയിൽ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. തിരുവല്ല ഒക്കെ പത്തനംതിട്ട ജില്ലയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. വയനാടും ഇടുക്കിയാണ്. കേട്ടോ, 1ഉം 2ഉം ആണ്. 1ഉം 2ഉം. അപ്പൊ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോൾ പുതിയ ഒരു റെയിൽവേ പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ശബരി റെയിൽവേ എന്ന് പറയുന്ന ഒരു റെയിൽവേ പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു കറണ്ട് അഫയർ ആയിട്ടൊന്ന് ഓർത്ത് വെച്ചോ. എറണാകുളം ജില്ലയിലെ അങ്കമാലി മുതൽ
പത്തനംതിട്ട ജില്ലയിലെ എരുമേലി വരെ വരുന്ന ഒരു റെയിൽവേ ലൈൻ, പുതുതായിട്ട് പണിയുന്ന റെയിൽവേ ലൈനാണ് ശബരി റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. ഈ ശബരി റെയിൽവേ ലൈൻ വരുന്ന സമയത്ത് തൊടുപുഴ വഴിയൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലും എന്താവും, റെയിൽവേ ലൈനിന്റെ സാന്നിധ്യം വരും കേട്ടോ. അതിന്റെ പ്രാരംഭ ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 3800 കോടിയോളം രൂപയാണ് അതിന് ചെലവ് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ 1900 കോടി രൂപ വഹിക്കുന്നത് കേരള ഗവൺമെന്റ് ആണ് കേട്ടോ. കേരള ഗവൺമെന്റ് ആണ് 1900 കോടി രൂപ വഹിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ ലൈന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം പകുതി തുക വഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? PT ഉഷ, ശ്രീശാന്ത്, സഞ്ജു സാംസൺ, CK വിനീത്. ഇപ്പോൾ ഉള്ളത് ഏറ്റവും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആളാരാണ്? നമ്മുടെ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസണെയാണ് 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. അടുത്തത്, വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ആലപ്പുഴ, എറണാകുളം, കോട്ടയം, അതുപോലെ കൊല്ലം. ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? വേമ്പനാട്ടുകായൽ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാം, അതിൽ ആലപ്പുഴയുണ്ട്. ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന എറണാകുളം ഉണ്ട്, പിന്നെ ആരുണ്ട്? കോട്ടയമുണ്ട്. അപ്പം ഈ 3 ജില്ലകളുമായിട്ട് ചേർന്ന് കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. 1, 2, 3 ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി കൊല്ലവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും വലിയ പോയിന്റ് ഏതായിരിക്കും? അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശാസ്താംകോട്ട കായൽ, കൊല്ലം ജില്ലയിൽ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1, തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ശരിയാണോ തെറ്റാണോ? അതായത് നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷ പാളികൾ പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അതുപോലെ തെർമോസ്ഫിയർ. അപ്പൊ ഈ മീസോസ്ഫിയറിന്റെയും തെർമോസ്ഫിയറിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ചെറിയ ലെയറാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗത്താണല്ലോ അയണോസ്ഫിയർ വരുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് 3000 സെന്റിമീറ്റർ ആണ്. ശരിയാണോ തെറ്റാണോ? 3000 സെന്റിമീറ്റർ ആണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഏകദേശം 300 സെന്റിമീറ്ററോളം, ഏകദേശം 300 സെന്റിമീറ്ററോളം മഴ ലഭിക്കുന്നുണ്ട്. 3000 ഒന്നുമല്ല കേട്ടോ, 300 സെന്റിമീറ്ററോളം മഴ. 3000 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3000 മില്ലിമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സെന്റിമീറ്റർ അല്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വൈദ്യുത നിലയത്തിൽ നിന്നാണ്. ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എവിടുന്നാ? സോളാറിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. 45ാമത്തെ ക്വസ്റ്റിനോട്ട് പോയാലോ? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ശരിയല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തല്ല? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. നഞ്ചിയമ്മയ്ക്ക് എന്നാണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നഞ്ചിയമ്മയ്ക്ക് അവാർഡ് ലഭിക്കുന്നത്. അത് ഏത് വർഷമാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തത്, സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. ശരിയാണോ തെറ്റാണോ? സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
അമൃത ഷെർഗിലിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ചോദിക്കാറുണ്ട്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നൊക്കെ പറയുന്ന ചോദിക്കാറുണ്ട്. അപ്പോൾ സതി എന്ന് പറയുന്ന ചിത്രം ആരാണ് വരച്ചത്, അതും നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം. അടുത്തത് കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. ഇത് നിങ്ങളങ്ങനെ കേട്ടിരിക്കാൻ വഴിയില്ല, കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. 1ഉം 2ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് TK പത്മിനിയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണേ കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോണം. 46ാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. G. ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാന പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപിള്ള. നമുക്കറിയാം ആദ്യമായിട്ട് കിട്ടിയത് G. ശങ്കരക്കുറുപ്പിനാണ്. അതിനുശേഷം തൊട്ടു പുറകിൽ കിട്ടുന്നത് ആർക്കാണ്? തൊട്ടു പുറകിൽ കിട്ടുന്നത് SK പൊറ്റക്കാടിനാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അടുത്തത്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാ പൂർണാദേവിയാണ്. ഇതൊരു ബംഗാളി എഴുത്തുകാരിയാണ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രഥം പ്രതിശ്രുതി എന്നൊക്കെ പറയുന്ന ഒരു കൃതിക്കാണ് അവർക്ക് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ഒക്കെ കിട്ടുന്നത്. അടുത്തത്, ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭാരതീയ വിദ്യാഭവനാണ് ഈ പറയുന്ന മൂർത്തിദേവി പുരസ്കാരം നൽകുന്നത് കേട്ടോ. ഇത് രണ്ടും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പം ഇതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ്? 1 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് തെറ്റ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 47ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച് രാജ്യം അശോക ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. 2008 മുംബൈയിലുണ്ടായ ഭീകരാക്രമണത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ ജനങ്ങളെ രക്ഷിക്കുന്നതിനിടയ്ക്കാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ മരിക്കുന്നത്, വീരചരമം പ്രാപിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇതിനകത്ത് തെറ്റ്, ഒരു ചെറിയൊരു ഫാക്ട് തെറ്റുണ്ട്. അതായത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഈ പാലക്കാട് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ അതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. PSC എന്താണ് ആൻസർ കൊടുക്കുക നമുക്ക് നോക്കാം. അടുത്ത 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1999 കാലഘട്ടത്തിലെ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സ്ഥലം പിടിച്ചടക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ഇതിന്റെ ഇടയ്ക്കാണ് അദ്ദേഹവും അന്തരിക്കുന്നത്, വീരമൃത്യു വരിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ R വിശ്വനാഥൻ. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും നമ്മുടെ ധീര സൈനികരെ കുറിച്ചുള്ളതാണ്. ഇവര് 3 പേരെയും കുറിച്ച് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. 3 പേരും മലയാളികളാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെച്ചോ. ഈ പാലക്കാട് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ വ്യത്യാസം, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 48ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. 2024 T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആരായിരുന്നു? പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരുന്നു? ഇതാണ് ചോദ്യം. 2024 പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ടുണ്ടായിരുന്നത് ജസ്പ്രീത് ബുംറ ആയിരുന്നു. അതുപോലെ പ്ലെയർ ഓഫ് ദ മാച്ച്, അതായത് ആ കളിയിലെ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് വിരാട് കോഹ്ലി ആയിരുന്നു. അപ്പം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് 2024 T20 ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം. അടുത്തത്, 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന. ഇതും എന്ത് തന്നെയാണ്? ഈ പ്രസ്താവനയും കറണ്ട് അഫെയർ തന്നെയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഒന്ന്, സാഹിത്യത്തിന്
യോൻ ഫേർസ്റ്റെ നോർവീജിയൻ നാടകകൃത്ത്. ശരിയാണോ തെറ്റാണോ? ഇത് ശരിയായിട്ടുള്ളതാണ്. സാഹിത്യത്തിനുള്ള നോബൽ നോർവീജിയൻ നാടകകൃത്തായിട്ടുള്ള യോൻ ഫോസ്റ്റയ്ക്കാണ് കിട്ടിയത്. രണ്ടാമത്തത്, സമാധാനത്തിനുള്ള പുരസ്കാരം നർഗീസ് മുഹമ്മദി, ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക. ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ ആണെങ്കിൽ 2023 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയതെന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. അടുത്തത്, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം US സാമ്പത്തിക ശാസ്ത്രജ്ഞയായ ക്ലൗഡിയ ഗോൾഡിൻ. നിങ്ങൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 50ാമത്തെ ചോദ്യമാണ്. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. എന്താണ്? G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക. ആസ്ഥാനമില്ല. ശരിയാണോ തെറ്റാണോ? ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. G20ക്ക് സ്ഥിരമായിട്ടുള്ള ആസ്ഥാനമോ സെക്രട്ടറിയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല. ഏത് രാജ്യത്താണോ ഓരോ വർഷവും ഇത് നടക്കുന്നത് അവരാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 2, അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓരോ 5 വർഷവുമല്ല, ഓരോ വർഷവും ഓരോ രാജ്യങ്ങളാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രാജ്യങ്ങൾക്കാണ് അതിന്റെ കാര്യങ്ങൾ കിട്ടുന്നത്. 3, G20 സംഘാടകരെ ഷെർഷാ എന്നാണ് വിളിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഷേർഷാ എന്നല്ല വിളിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അപ്പം 2ാമത്തതും 3ാമത്തതും തെറ്റാണ്. അപ്പം 2, 3 വരുന്ന ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം 50 ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിൽ നിന്ന് നോക്കിയത്. അപ്പം ഈ ഒരു ക്ലാസ് അത്യാവശ്യം ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് കാണുക. ഇത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.